അർജുന്റെ മൃതദേഹം നിലവിൽ കാർവാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഇന്ന് തന്നെ ശേഖരിക്കും. ഇതിന്റെ ഫലം 2 ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ ഭരണകൂടം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അർജുൻ ഓടിച്ചിരുന്ന ലോറി പൂർണ്ണമായും കരയിലെത്തിക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ക്രെയിൻ ഉപയോഗിച്ച് കരകയറ്റാൻ ശ്രമിച്ചെങ്കിലും വടം പൊട്ടിയതോടെ ഇത് അവസാനിപ്പിക്കുകയായിരുന്നു. കാണാതായ മറ്റ് 2 പേർക്കായുള്ള തിരച്ചിൽ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവർക്കായുള്ള തിരച്ചിലാണ് തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ മൃതദേഹം എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയത് തിരച്ചിലിന്റെ 72ാം ദിനത്തിലാണ്. 3ാം ഘട്ട തിരച്ചിലിലാണ് ഈ നിർണായക കണ്ടെത്തലുണ്ടായത്. ഈ മാസം 20-ന് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചതോടെ ഷിരൂരിൽ 3ാം ഘട്ടം പുനരാരംഭിച്ചു. തിരച്ചിലിൽ ആദ്യ ദിനങ്ങളിൽ അർജുന്റെ ലോറിയുടെ ചില ഭാഗങ്ങളും തടിക്കഷ്ണങ്ങളും ലഭിച്ചിരുന്നു. കോണ്ടാക്ട് പോയിന്റ് 2-ൽ അർജുന്റെ ലോറിയുണ്ടെന്ന് സ്കൂബ ഡൈവർമാർ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. ഈ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് ലോറിയും ലോറിയുടെ ക്യാബിനുള്ളിൽ അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.